അബൂ സുലൈമാൻ ദർറാനി റഹിമഹുള്ള പറയുന്നു, ഒരുപാട് അലങ്കാര വസ്തുക്കളിലേക്ക് ലക്ഷ്യം വെക്കുന്നതും ദൈവസാമീപ്യം ലക്ഷ്യം വെക്കുന്നതും തമ്മിൽ എത്ര വലിയ വ്യത്യാസമുണ്ട് എന്നാണ്. ഈ ഒരു പ്രേമികൾ, ദിവ്യജ്ഞാനികൾ, അവർ ലക്ഷ്യം വെക്കുന്നത് അടിമ എന്ന അവസ്ഥയിൽ അവൻ്റെ യജമാന മുമ്പിൽ സമ്പൂർണമായി സത്യസന്ധത പുലർത്തുക, റബ്ബെന്ന നിലയ്ക്ക് അവനോട് കാണിക്കേണ്ട അദബും കടമകളും നിറവേറ്റുക. അവർക്ക് ലക്ഷ്യം റബ്ബിനെയാണ്, റബ്ബിൻ്റെ തൃപ്തിയാണ്. അതിൽ എത്രമാത്രം സത്യസന്ധത പുലർത്താൻ പറ്റുമോ അതാണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ദൈവസാമീപ്യം ലക്ഷ്യം വെക്കുന്നത് അതൊരു വലിയ മർത്തതയാണ്. അങ്ങനെ ലക്ഷ്യം വെക്കുന്നവർക്ക് ഒരിക്കലും പണിയെടുക്കാതിരിക്കാൻ പറ്റുകയില്ല. അവർ വ്യാമോഹത്തിൽ വെറുതെ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയില്ല. അവർ കഠിനാധ്വാനം ചെയ്യും. കാരണം നമ്മൾ ആരുടെ തൃപ്തിയാണ് ഇവിടെ ആഗ്രഹിക്കുന്നത്? രാജാതിരാജനായ റബ്ബിൻ്റെ, അള്ളാഹുവിൻ്റെ തൃപ്തിയാണ്. നമ്മൾ ഉള്ളും പുറവും നന്നായിട്ട് അറിയുന്ന അള്ളാഹുവിൻ്റെ തൃപ്തിയാണ്. മനുഷ്യരുടെ തൃപ്തിയിൽ നമ്മൾ ഉള്ളിലുള്ള കാര്യം മറ്റേ മനുഷ്യൻ അറിയുന്നില്ല. നമ്മൾ ബാഹ്യമായിട്ട് അവന് തൃപ്തിപ്പെടുത്താൻ കാണിച്ചു കൂട്ടുന്നു എന്നേ മാത്രം അവന് കാണുന്നുള്ളൂ. നമ്മൾ ഉള്ളിൽ അവനോട് സത്യസന്ധത ഉണ്ടോ, ഇത് കാപട്യാണോ ശരിയാണോ എന്നൊന്നും മനസ്സിലാവുന്നില്ല. എന്നാൽ നമ്മൾ അള്ളാഹുവിനോട് അങ്ങനെയല്ല. അള്ളാഹുവിനോട് ഉള്ളും പുറവും നന്നായിട്ട് അറിയുന്നവനാണ്. അതിൽ സത്യസന്ധത മാക്സിമം കൊണ്ടുവരണം. കാരണം അവൻ എല്ലാ രഹസ്യങ്ങളും അറിയുന്നവനാണ്. അവൻ്റെ മുമ്പിൽ ഒരു മറിയില്ല. അതുകൊണ്ട് തന്നെ അവൻ്റെ മുമ്പിൽ നമുക്ക് അവനെയും കാണിച്ചു കൂട്ടൽ പാടില്ലാത്തതാണ്. അതൊരു അടിമയ്ക്ക് യോജിച്ചതല്ല. അത് അവനോടുള്ള കടമകളും അവനോട് ചെയ്യേണ്ട അദബിനും നേരെ വിപരീതമാണ്. അപ്പോൾ ഇപ്പോൾ കാണിച്ചു കൂട്ടുന്ന ലോകത്താണ് നമ്മൾ. പക്ഷെ പലപ്പോഴും ആളുകൾ മനസ്സിലാക്കുന്നില്ല, നമ്മളെ കാണിച്ചു കൂട്ടലും നമ്മുടെ ഉള്ളിലെ നിയ്യത്തും ഇഖ്ലാസും ഒക്കെ റബ്ബ് നന്നായി അറിയുന്നുണ്ട് എന്ന്. ആ ഒരു ബോധം നഷ്ടപ്പെട്ടത് കൊണ്ടാണ് ആളുകളുടെ മുമ്പിൽ ഞാൻ വലിയ ദിവ്യപ്രേമിയാണ്, ഞാൻ വല്ല റസൂൽ പ്രേമിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നൊക്കെ കാണിച്ചു കൂട്ടുന്നത്. അത് വെറും വ്യാമോഹം മാത്രമാണ്. അതിൽ സത്യസന്ധത പുലർത്തി കഠിനാധ്വാനം ചെയ്യണം. അള്ളാഹുവിനെ നീ പ്രേമിക്കുന്നു എന്ന് പറയുമ്പോൾ അത് നിന്റെ ജീവിതത്തിൽ കാണണം, നിന്റെ പ്രവൃത്തിയിൽ കാണണം, നിന്റെ സ്വഭാവത്തിൽ കാണണം. അല്ലാതെ അത് വെറും പറച്ചിൽ മാത്രമാണ്.